SNGI-ST കോളേജിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി. ബാങ്ക് അധികൃതരെ തടയാൻ ജീവനക്കാരും വിദ്യാർത്ഥികളും എത്തിയതോടെ കോളേജിനകത്ത് വൻ പോലീസ് സന്നാഹമാണുള്ളത്. വായ്പയെടുത്ത 4 കോടിയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശ അടക്കം കോളേജ് ഇനി അടക്കാനുള്ളത് 19 കോടിയോളം രൂപയാണ്. ഇവിടെ ചേർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ആർട്സ് കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇവരെ മാറ്റാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു, ബാങ്കിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ചെന്ന് കോടതി പറഞ്ഞതാണ് റിയാലോക്കേറ്റ് ചെയ്തിട്ട് ഇവർ പൊസഷൻ എടുത്തോളൂ എന്ന് പറയുന്നത്. കുട്ടികളെ റിയാലോക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രത്യേകിച്ച് ഇന്റഗ്രേറ്റഡ് MCA പഠിപ്പിക്കാൻ സാധ്യമല്ല. ശരൺ വിശദാംശങ്ങൾ നൽകും. ശരൺ, എങ്ങനെയാണ് കോളേജിന് ഇത്രയും വലിയൊരു ബാധ്യത വന്നത്? ബാങ്കിന്റെ നിലപാടും നീക്കവും എങ്ങനെ? 2014 കോളേജിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 4 കോടിയോളം രൂപ വായ്പ എടുത്തിരുന്നത്. പിന്നീട് അത് തിരിച്ചടയ്ക്കാതെ വന്നതോടുകൂടി പലിശ ഇനത്തിൽ മാത്രം 19 കോടി രൂപയിലേക്ക് എത്തുകയും ചെയ്തിരുന്നതാണ്. ഈ പലിശ ഇനത്തിലടക്കം ഈ തുക അടയ്ക്കാതെ വന്നതോടുകൂടി ബാങ്ക് അധികൃതർ ഈ കോളേജിലേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ കോളേജിലെത്തി ഈ നടപടികൾ, അതായത് ജപ്തി നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. ഒപ്പം തന്നെ ഈ കോളേജ് അധികൃതരും കുറച്ച് സമയം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ടാണ് 5 ദിവസം കൂടി സമയം തന്നു കഴിഞ്ഞാൽ ഈ തുക അടയ്ക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ ഈ തുക അടയ്ക്കാതെ വന്നതോട് കൂടിയാണ് ബാങ്ക് അധികൃതർ ഇന്ന് രാവിലെ 10:30 കൂടി കോളേജിലേക്ക് വീണ്ടും എത്തിയത്. ഇപ്പോൾ കോളേജ് അധികൃതരുമായി ചർച്ചകൾ തുടരുകയാണ്. ഈ പണം അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് തന്നെ കടക്കാനാണ് ബാങ്ക് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഈ കോളേജിൽ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ് രക്ഷിതാക്കൾ ഉള്ളത്. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെന്റും നിലവിലെ മാനേജ്മെന്റും തമ്മിലുള്ള തർക്കമാണ് ഈ പണം തിരിച്ചടയ്ക്കാത്തതിന്, അതായത് വായ്പ അടയ്ക്കാത്തതിന് കാരണമായി മാറുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഒരു കുട്ടികളുടെ ഭാവി സംബന്ധിച്ചുള്ള ആശങ്ക അത് ഒഴിവാക്കി തരണം എന്നുള്ള വലിയ ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചർച്ചകൾ തുടരുകയാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തൽക്കാലത്തേക്കെങ്കിലും ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ ബാങ്ക് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോളേജ് കുറച്ച് തൽക്കാലത്തേക്കെങ്കിലും ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ ഇപ്പോൾ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് ശരൺ പങ്കുവെക്കുന്നത് കൊച്ചിയിൽ നിന്ന്.